ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട പൗലോസ് മാലച്ചൻ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈ സന്ധിയിൽ ഈ ദൈവാലയത്തിൽ അല്പസമയമായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വളരെ എളിമയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എൻ്റെ മുന്നിൽ ലഭിച്ചിട്ടുള്ളതായ സമയം ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയോടുള്ളതായ ബന്ധത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ നാം ആഘോഷിക്കുന്നതായ ഈ ദിവസങ്ങളിൽ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിന്റെ ജീവിതത്തിലെ പറഞ്ഞതുപോലെ നാം പറയാൻ നോക്കിയാൽ ഏറെയേറെ കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നും ഒരു 3 കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും എല്ലാം ഓർമ്മകൾ നാം കൊണ്ടാടുമ്പോൾ പിതാക്കന്മാർ എന്തിനു വേണ്ടിയാണ് ക്രമീകരിച്ചിട്ടുള്ളത്? അവരുടെ ജീവിതത്തിൽ നിന്നുള്ളതായ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ തക്കവണ്ണം ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളെല്ലാം മുഖാന്തരമായി തീരണം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാം. ഒന്നാമത്തെ കാര്യം, ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് തന്നെ 30-ാമത്തെ വാക്യം. മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ കന്യാമറിയാമിന്റെ ജീവിതത്തിൽ, ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിന്റെ ജീവിതത്തിൽ അവൾ കൃപ ലഭിച്ചവളായിരുന്നു. ഗബ്രിയേൽ ദൂതൻ കർത്താവിന്റെ ജനനത്തെ കുറിച്ചുള്ളതായ സന്ദേശവുമായി, അറിയിപ്പുമായി വിശുദ്ധ കന്യാമറിയാമിന്റെ അടുക്കൽ വരുന്ന രംഗമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുന്നത്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ഗബ്രിയേൽ ദൂതൻ ഗലീല പട്ടണത്തിൽ, ആ ഗലീലയിലെ നസ്രത്തിൽ മറിയയുടെ വീട്ടിൽ ചെന്ന് അവളെ വന്ദനം ചൊല്ലിക്കൊണ്ട് അറിയിക്കുന്ന വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പിതാക്കന്മാർ വളരെ മനോഹരമായി ധ്യാനിച്ച ഒരു ചിത്രം പോലെ ധ്യാനിച്ചിട്ടുണ്ട്. ഞാൻ പാടാറുണ്ട്, എരുതി നിരവിട്ടീറയ ദൂതൻ ഇറങ്ങിച്ചെന്ന് ഇതുകൊണ്ടും അറിയാം ഗ്രഹം അത് നസ്രത്തിൽ നമുക്ക് അത് പാടാം.
തുടങ്ങാം. ഞാൻ തുടങ്ങിയാൽ കിട്ടില്ല. എരിയുന്ന തീയുടെ നിരയിൽ നിന്നും ഈറയ ദൂതൻ ഇറങ്ങിച്ചെന്ന് ഇതമോട് മറിയാം ഗ്രഹമത നസ്രയത്തിൽ ചൊല്ലിയത്. ഗബ്രിയേൽ ദൂതൻ മറിയാമിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് മറിയാമിനോട് പറയുന്നതായ വാക്കുകളാണ് നാം വായിച്ച് കേട്ടത്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ അമ്പരന്നു പോയി. അവളാ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തോ ഒരു വന്ദനം! അമ്പരന്നു പോയി. കാരണം ഈ കൃപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. കൃപ ലഭിക്കുക, ഈ ഭൂമിയിൽ മനുഷ്യന്റെ മേൽ ദൈവ കൃപ പകരപ്പെടുക. അവൾ അമ്പരന്നു പോയി. ഈ വന്ദനം കേട്ട് അവൾ അമ്പരന്നു പോയി. 30-ാമത്തെ വാക്യം തന്നെയാണ്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. വിശുദ്ധ കന്യമറിയാം കൃപ ലഭിച്ചവളായിരുന്നു, ദൈവ കൃപ ലഭിച്ചവളായിരുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. ഇത് വെച്ചുകൊണ്ട് ഒരേ ഒരു കാര്യം മാത്രം, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ദൈവ കൃപ അനുഭവിക്കുന്നവരായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ് ഈ കൃപ എന്ന് പറയുന്നത്? ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാം അനുഭവിച്ച അവളുടെ മേൽ പകരപ്പെട്ടതായ ദൈവ കൃപ അവൻ നമ്മുടെ മേൽ പകർന്നു തരുന്നു. സുവിശേഷങ്ങളും അപ്പോസ്തലരുടെ ലേഖനങ്ങളും എല്ലാം നാം വായിക്കുമ്പോൾ നമ്മെ ഈ കൃപയ്ക്ക് അവകാശികളാക്കി മാറ്റുവാൻ ദൈവം പ്രസാദിച്ചു. പഴയ നിയമത്തിൽ ആദ്യമായി ഈ കൃപ ലഭിച്ച ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പഴയ നിയമത്തിൽ ഈ കൃപ ലഭിച്ചതായ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. എന്താണ് ദൈവകൃപ പ്രാപിപ്പാനുള്ള യോഗ്യത? നമ്മുടെ മേൽ ദൈവ കൃപ പകരപ്പെടണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട യോഗ്യത എന്താണ്? നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്താണ് കാരണം? അവൻ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടന്നു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ കാലം എന്ന് പറയുമ്പോൾ എല്ലാവരും ലോകത്തോടുകൂടെ നടന്നപ്പോൾ, ലോകത്തിന്റെ വഴികളിൽ നടന്നപ്പോൾ, അതിന്റെ മുകളിലുള്ളതായ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ലോകത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയത് എന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ള അത്രയും ദൈവം കണ്ടു. മനുഷ്യന്റെ അവസ്ഥ അതാണ്.
താൻ ഭൂമിയെ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ദൈവം അനുവദിച്ചു. അപ്പോൾ ആ തലമുറയിൽ എല്ലാവരും ലോകത്തോടുകൂടെ നടന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോടുകൂടെ നടക്കുമെന്നുള്ളതായി തീരുമാനമെടുത്ത് നോഹ ദൈവത്തോടുകൂടെ നടന്നു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഞാനും നിങ്ങളും ഈ കൃപ അനുഭവിക്കണമെങ്കിൽ ദൈവത്തോടുകൂടെ നടക്കാൻ തീരുമാനിക്കണം. ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയം ദൈവത്തോടുകൂടെ നടക്കാൻ തീരുമാനമുള്ളവളായിരുന്നു. ഈ ഓർമ്മ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലോകത്തോടുകൂടെ നടക്കാനല്ല, എൻ്റെ ദൈവമേ, ഞാൻ ഈ ലോകം എങ്ങനെയോ നടന്നുകൊള്ളട്ടെ, ലോകത്തുള്ള മനുഷ്യരൊക്കെ എങ്ങനെയോ നടന്നുകൊള്ളട്ടെ, ഞാനൊരാൾ എൻ്റെ ദൈവത്തോടുകൂടെ നടക്കുമെന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകണം. മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ കൃപ ലഭിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് കീഴിലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാമത് കാണുന്നുണ്ട്. 1-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. മതി. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന പേര് വിളിക്കണം. അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. പിതാക്കന്മാർ ഈ ഭാഗം വേറൊരു വിധത്തിലും ധ്യാനിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ ദൈവത്തിന് മുൻപിൽ മറിയം നിന്നിടും നേരത്ത് അഗ്നിജ്വാലാവതനാ ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് സവീതയെ ചെന്ന് ഉപര ചെയ്തേവോ. നമുക്ക് പാടാം. എന്താണ് പാടുന്നത്? നിന്നിൽ അമർന്നീടും ധനവാൻ. നീ രാജാതി രാജാവിന്റെ കൊട്ടാരമായി മാറാൻ പോകുന്നുവെന്ന്. നിന്നിൽ രാജാതി രാജാവ് ഒന്ന് വസിക്കുന്നുവെന്ന് അതാണ് വായിച്ചു കേട്ടത്. നീ നിന്റെ ജീവിതം രാജമന്ദിരമാകാൻ പോകുന്നു, മണിമന്ദിരമാകാൻ പോകുന്നു. രാജാതിരാജൻ വസിക്കുന്ന കൊട്ടാരമായി നീ മാറാൻ പോകുന്നു എന്ന് അവനോട് അച്ഛൻ പറഞ്ഞു. പല കാര്യങ്ങൾ ദൈവമാതാവായ കന്യാമറിയം മണിമന്ദിരമായി മാറാൻ പോകുന്നു. ആരാണ് അവളെ വന്ന് വസിക്കുന്നത്? രാജാതിരാജൻ അവളിൽ വന്ന് വസിക്കുന്ന മണിമന്ദിരമായി, കൊട്ടാരമായി അവൾ മാറാൻ പോകുന്നു. തീർന്നില്ല. ദൂതൻ പറഞ്ഞു വരുമ്പോൾ അവളുടെ ഉള്ളിൽ ഉരുവാകുന്നവനിലൂടെ വരാൻ പോകുന്നതായ കാര്യങ്ങൾ 7 കാര്യങ്ങൾ പ്രവചിക്കുന്നുണ്ട്. ഇവിടെ അവൾക്ക് കൃപ ലഭിച്ചപ്പോൾ അവളുടെ മേൽ പകരപ്പെട്ടതായ കാര്യങ്ങൾ അവളുടെ ഉള്ളിൽ
ഉരുവായവനിലൂടെ വരാൻ പോകുന്നതായ 7 കാര്യങ്ങൾ പ്രവചിച്ച് പറയുന്നുണ്ട്. പഠിക്കുമ്പോൾ ആ 7 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ നിറവേറി കഴിഞ്ഞവയാണ്. 3 കാര്യങ്ങൾ ഇനിയും നിറവേറാനിരിക്കുന്നതായ കാര്യങ്ങളാണ്. ഒന്ന്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അത് നിറവേറി. അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. രണ്ടാമത്തെ കാര്യം, അവന് യേശു എന്ന് പേർ വിളിക്കണം. അതും നിറവേറി കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം, അവൻ വലിയവനാകും. അല്പം വിരിക്കേണ്ടതായ കാര്യമാണ്. അവൻ വലിയവനാകുമെന്ന് പറഞ്ഞപ്പോൾ അവനോട് തുല്യം നിൽക്കുവാൻ, അവനൊപ്പം പറയുവാൻ ഈ ഭൂമിയിൽ വേറെ ഒരു ജനനവുമില്ലാത്തതുപോലെ അവൻ വലിയവനായി മാറി. കാരണം അവനെ പോലെ ജനിച്ച ഒരുവൻ ഈ ഭൂമിയിലില്ല. അവൻ കന്യകയിൽ നിന്ന് ജനിച്ചവനാണ്. അവന്റെ ജനനത്തിൽ അവൻ വലിയവനായി. അവനോട് തുല്യം നിൽക്കുന്ന ഒരു ജനനം ഈ ഭൂമിയിൽ നടന്നിട്ടില്ല. അവന്റെ ജീവിതത്തിൽ അവൻ വലിയവനാണ്. അവനെ പോലെ ജീവിച്ച ഒരുവൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ലോകത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയുമെന്ന് ചോദിച്ചയാളുണ്ട്. അവന്റെ ജീവിതത്തിന്റെ മുടിനാരിഴ കീറിയവൻ വിസ്തരിച്ചിട്ടും ഒന്നും ഒത്തുവന്നില്ലെന്നാണ് വായിക്കുന്നത്. അവനെ പോലെ ജീവിച്ച ഒരുവൻ ഈ ഭൂമിയിലില്ല. അവനെ പോലെ മരിച്ച ഒരുവൻ ഈ ഭൂമിയിലില്ല. ആരുടെ മരണസമയത്ത് സൂര്യൻ ഇരുണ്ടിട്ടുണ്ട്. ആരുടെ മരണസമയത്ത് പാറകൾ പിളർന്നിട്ടുണ്ട്. ആരുടെ മരണസമയത്ത് കല്ലറകൾ തുറന്നിട്ടുണ്ട്. അവനെ പോലെ മരിച്ച വേറൊരാളില്ല. അവനെ പോലെ ഉയർത്തെഴുന്നേറ്റ വേറൊരാളില്ല. പറയാറുണ്ട്, ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മുടെ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ഉയർത്ത് ജീവിക്കുന്നു. അവനെ പോലെ ഉയർത്തെഴുന്നേറ്റവനില്ല. അവൻ വലിയവനാകും. അവൻ വലിയവനാണ്. വീണ്ടും ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അത് നിറവേറി കഴിഞ്ഞു. അപ്പോസ്തലന്മാർ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോസ്തലന്മാർ പറഞ്ഞത് മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് 1ലധികം പ്രാവശ്യം ഈ ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പി. അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. നാലാമത്തെ കാര്യം, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഈ 4 കാര്യങ്ങൾ നിറവേറി കഴിഞ്ഞ് ഇനി നിറവേറാനുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം വരികയില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാവായി ഈ ഭൂമിയിലേക്ക് വരും. അവൻ ഈ ഭൂമിയിൽ അടക്കി വാഴും. പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം ഇനിയും നിറവേറപ്പെടാനുള്ളതായ കാര്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു
മധ്യാകാശത്ത് വരും, മണവാട്ടി സഭയെ ചേർക്കും. വീണ്ടും തന്റെ വലിയ മഹത്വത്തോടുകൂടെ ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വരും. 1000 ആണ്ട് ഈ ഭൂമിയെ അവൻ അടക്കി ഭരിക്കും. സഹസ്രാബ്ദമായിട്ട് മില്ലേനിയം. കർത്താവ് ഈ ഭൂമിയെ രാജാതിരാജാവായി വാഴും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാവുകയില്ല. 7 കാര്യങ്ങൾ ഗബ്രിയേൽ ദൂതൻ അറിയിച്ചു. മറിയ്ക്കൊന്നും പിടികിട്ടിയില്ല. ഇത് വായിക്കുമ്പോൾ മറിയ്ക്കൊന്നും മനസ്സിലായില്ല. അതിന് 34 വാക്യം നമുക്ക് വായിക്കാം. 34 മുതൽ. വലിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേടിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ നിന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം. അവൾക്ക് മനസ്സിലായില്ല, ഈ കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. അവളുടെ ബുദ്ധിയോട് ചിന്തിച്ചപ്പോൾ അവൾക്ക് ഗ്രഹിക്കാൻ പോകുന്നതായ ഒരു കാര്യമായിരുന്നില്ല. ഇത് എങ്ങനെ സംഭവിക്കും? ഇത് സാധ്യമാകുന്നതായ കാര്യമാണോ? ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ദൈവ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഒന്നാമത്തെ കാര്യം, അവൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ കൃപ പ്രാപിച്ചാൽ നമ്മളുടെ വലിയ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കും. ഒരിക്കലും സാധിക്കുകയില്ല എന്ന് വരുന്നതും നമ്മളിവിടെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു കാര്യം മാത്രം മതി, ഞാൻ ഇനി മുതൽ ദൈവ വഴിയിൽ ജീവിക്കുമെന്നുള്ളതായിരുന്നു തീരുമാനം. ഞാൻ ദൈവത്തോടുകൂടെ ജീവിക്കും, ദൈവത്തോടുകൂടെ നടക്കുമെന്നുള്ളതായ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വരണം. രണ്ടാമത്തെ കാര്യം, അതെങ്ങനെ നടക്കും, എങ്ങനെ സംഭവിക്കും എന്നൊന്നും പിടികിട്ടിയില്ല. പക്ഷെ അതിന്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, 38-ാമത്തെ വാക്യം, അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ കേട്ട അരുളപ്പാടിന് മുമ്പിൽ, അവൾ കേട്ടതായ വചനത്തിന് മുമ്പിൽ അവൾ അവളുടെ ജീവിതത്തെ മുഴുവനായി അങ്ങ് സമർപ്പിച്ചു. ദൈവം അവളെ ഉയർത്തി, ദൈവം അവളെ വലിയവളാക്കി മാറ്റി. ആരുമുയർത്തപ്പെട്ടിതുപോ അവൾ താഴ്ത്തി കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ ദൈവമാതാവായ കന്യാമറിയാമിന്റെ ഈ ഓർമ്മയെ നാം സ്മരിക്കുമ്പോൾ, ഒന്ന്, നാം ദൈവകൃപ പ്രാപിക്കണം. 2, ദൈവവചനത്തിന് മുമ്പിൽ, നാം കേൾക്കുന്നതായ ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഇങ്ങനെ താഴ്ത്തി കൊടുക്കണം. കണ്ടാലും ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അവളുടെ ജീവിതത്തെ അവൾ കേട്ട വചനത്തിന് കീഴിൽ താഴ്ത്തി സമർപ്പിച്ചു കൊടുത്തു. ആലോചിച്ചാൽ അവൾക്ക് മനസ്സിലാകുന്നില്ല, ഇതെങ്ങനെ സംഭവിക്കും, ഇത് സാധ്യമാണോ, ചോദ്യങ്ങൾ മാത്രമാണ്. ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൾ കേട്ട ദൈവവചനത്തിന്, സ്വർഗീയ ആലോചന മുന്നിൽ അവളെ തന്നെ താഴ്ത്തി കൊടുത്തു. എല്ലാം സാധ്യമാക്കി കൊടുത്തവനായ ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തെ ദൈവ വഴിയിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിന് മുമ്പിൽ
നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുന്നു എങ്കിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമുണ്ട്. ചെറിയൊരു കാര്യമല്ല. ഈ നിസാരനായ അടിയൻ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുള്ളതായി തീരുമാനമെടുത്താൽ ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങളായിരിക്കാം. അത്യുന്നത ശക്തി നമ്മുടെ മേലും നിഴലിടും. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്ന് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരുമെന്നുള്ള ഒരു പാഠം മറിയുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് നമുക്ക് ആലോചന തരികയാണ്. നാം കേൾക്കുന്നതായ ദൈവവചനത്തിന് മുമ്പിൽ, ദൈവ ഇഷ്ടത്തിന് മുമ്പിൽ, അവളെ കുറിച്ചുള്ള സ്വർഗീയമായ പദ്ധതിയുടെ മുമ്പിൽ അവളുടെ ജീവിതത്തെ അവൾ താഴ്ത്തി സമർപ്പിച്ചു. ഞാന് യാക്കോബായ സഭയിൽ, ഞങ്ങളുടെ പള്ളി മഴവന്നൂർ യാക്കോബായ പള്ളിയാണ്, മൂവാറ്റുപുഴയ്ക്ക് സമീപം. ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാനന്ന് ചെറുപ്പം മുതൽ തന്നെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. സൺഡേ സ്കൂൾ പഠിച്ചു. അന്ന് ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഞാൻ അധ്യാപകനായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 1990-94 കാലയളവാണ്. എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ കേട്ടതായ ദൈവവചനത്തിന് മുമ്പിൽ എൻ്റെ ജീവിതത്തെ മുഴുവനായും താഴ്ത്തി സമർപ്പിച്ചു കൊടുത്തു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വർഷക്കാലം ദൈവം ഞങ്ങളെ നടത്തിയത് വളരെ അത്ഭുതത്തോടെ നിങ്ങളുടെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് കഴിയും. 2018 എൻ്റെ ശരീരത്തിൽ മാരകമായ ക്യാൻസർ രോഗം വന്നതാണ്. ഏതാണ്ട് 1 വർഷത്തോളവും ക്യാൻസറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളുടെയും എൻ്റെ ശരീരം കടന്നുപോയതാണ്. റേഡിയേഷൻ എടുത്തു, 2 സർജറികൾക്ക് ഞാൻ വിധേയനായി. കീമോയും എൻ്റെ ശരീരത്തിൽ എടുത്തു. 1 വർഷം മുഴുവൻ നീണ്ടു നിന്ന എല്ലാ ട്രീറ്റ്മെന്റിലൂടെയും കടന്നുപോയി. എന്നാൽ അത്ഭുതകരമായി കർത്താവ് സൗഖ്യമാക്കി നിർത്തുന്നത് ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല, ഓരോ കാര്യങ്ങളിലും മറ്റനേകരുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ട് കണ്ടതായ അനേക അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഈ സഭയിൽ നിന്നുകൊണ്ട് തന്നെ, സഭ മാറാതെ, ഒന്നുകൂടെ പോയി സ്നാനപ്പെടാതെ, ഈ സഭയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ യേശുവിനെ അനുഭവിച്ചപ്പോൾ എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവും രക്ഷിതാവുമായി കടന്നു വരുന്ന ഒരനുഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ, നിങ്ങൾ പറഞ്ഞാൽ മാമോദിസ മുങ്ങുന്നതായ സമയത്ത് എനിക്ക് പകരമായി എൻ്റെ തലത്തൊട്ടപ്പൻ ഏറ്റുപറഞ്ഞതായ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവമാക്കി. എൻ്റെ വായ കൊണ്ട് ഏറ്റുപറഞ്ഞ ഒരനുഭവത്തിലേക്ക് ഞാൻ വന്നപ്പോൾ, വിശ്വാസ സ്ഥിരീകരണത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ, അതിന് കൃപ എനിക്ക് കിട്ടി. എൻ്റെ കർത്താവ് രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തിൽ വസിക്കാനുള്ള ഒരു കൃപ എൻ്റെ ദൈവം എനിക്ക് തന്നു. ഞാനന്ന് അനുഭവിച്ചതായ സമാധാനം, എൻ്റെ കർത്താവ് എൻ്റെ സകല പാപങ്ങൾ ക്ഷമിച്ചു തന്നത് ഞാൻ അനുഭവിച്ചപ്പോൾ, ആ അനുഭവമാണ് ഈ സത്യം. ഈ സഭയിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെയല്ല അനുഭവിക്കാൻ കഴിയുന്നതായ സത്യം മറ്റുള്ളവരോട് പറയാനുള്ളൊരു വലിയ കൊതി എൻ്റെ ഉള്ളത്തിൽ കർത്താവ് തന്നു. ഇങ്ങനെയാണ് സുവിശേഷ വേലയ്ക്കായി ജീവിതം സമർപ്പിക്കുന്നത്. 1994 മുഴുവൻ സമയവും സുവിശേഷ വേലയ്ക്ക് വേണ്ടി അന്ന് യാക്കോബായ സഭയിൽ പ്രവർത്തിക്കുന്ന സെന്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പ്, അതിന് മിഷണറിയായി പ്രസിഡന്റ് തിരുമേനി ഞങ്ങളെ പ്രാർത്ഥിച്ച്, അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ടില്ല, പ്രാർത്ഥിച്ച് സുവിശേഷ വേലയ്ക്കായിട്ട് പറഞ്ഞയച്ചു. അന്നു മുതൽ എനിക്ക് ഈ അസുഖം വരുന്നത് വരെ മുഴുവൻ സമയവും ഞങ്ങൾ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആ 21 വർഷം, 98 ഒടുവിൽ മുതൽ 2018 വരെ
വയനാട്ടിലാണ് ഞങ്ങൾ സുവിശേഷ വേല ചെയ്തത്. അവിടെ ഒരിക്കലും ഒരു പള്ളിയിൽ പ്രസംഗിക്കാനായിട്ട് ചെന്നതാണ്. അന്ന് ഈ സമർപ്പണമെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവിടെ ആ ഇടവകയുടെ സുവിശേഷകനായിട്ടാണ് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. നിങ്ങൾക്ക് വയനാട്ടിൽ പരിചയമുണ്ടെങ്കിൽ കാര്യമ്പാടി പള്ളി, മീനങ്ങാടിക്ക് സമീപം കാര്യമ്പാടി പള്ളി, അതിന്റെ സുവിശേഷകനായിട്ടാണ് കടന്നു ചെല്ലുന്നത്. അവിടെ ചെന്ന് സുവിശേഷ വേല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും ശൈലിയും ഞങ്ങൾ ബഹുമാനപ്പെട്ട വികാരത്തിനോട് ഒരുമിച്ച് അച്ഛൻ്റെ ജീപ്പിൽ പോകുമ്പോൾ ഒരു 10-17 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ കവലയിലൂടെ നടന്നു പോകുന്നതുകൊണ്ട് അച്ഛൻ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, കണ്ടോ എൻ്റെ ഇടവക്കാരനാണ്, പേപ്പട്ടി അലയ്ക്കുന്നത് പോലെ അലച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടോ എന്ന്. കാരണം അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ്. എന്നൊന്നുപോലെ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഇടവകയിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ ഈ വീട്ടിൽ കടന്നു ചെന്നു. അന്ന് ആ ചെറുപ്പക്കാരൻ്റെ അപ്പനും അമ്മയും ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ആ മകനെ കുറിച്ച് പറഞ്ഞത്. ആ അപ്പൻ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ മകനെ ആ മുറ്റത്തെ ഒരു തെങ്ങ്, ആ തെങ്ങിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അവനെ എത്ര രാത്രികളിൽ ആ തെങ്ങയില് കയറുകൊണ്ട് കെട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? കയ്യും കാലും കെട്ടി ആ തെങ്ങ കെട്ടിയിടും. കാരണം വീട്ടിലേക്ക് വന്നാൽ അവൻ എന്തെല്ലാമാണ് നശിപ്പിക്കുന്നത്, കാട്ടിക്കൂട്ടുന്നത്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞത്. അപ്പൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് ഒരു ദിവസം ഞാൻ അവൻ്റെ കയ്യിലേക്ക് ഒരു കഷ്ണം കയറെടുത്ത് കൊടുത്തു. എൻ്റെ മോനെ, നീ വയനാട്ടിൽ ഏതെങ്കിലും കാട്ടിൽ പോയി നീ ഒന്ന് തൂങ്ങിച്ചാകുക, ഞങ്ങളെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ. ഏങ്ങലടിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ ഞങ്ങളോട് ആ കാര്യങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അവരോട് വചനം പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ യേശുവിന് വേണ്ടി ജീവിക്കാൻ സമർപ്പണം കൊടുത്താൽ, നിങ്ങൾ ഇന്നു മുതൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ, ജീവിതത്തിലെ എല്ലാ പാപവഴികളോട് യാത്ര പറഞ്ഞ് ഒരു പുതിയ സമർപ്പണം നിൽക്കാൻ തയ്യാറായാൽ, തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ ഓർക്കുന്നുണ്ട്, ആ ചെറുപ്പക്കാരൻ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ളതായ കാര്യമാണ്. 99 നടന്ന കാര്യമാണ് ഈ പറയുന്നത്. ആ ചെറുപ്പക്കാരൻ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. അവൻ അന്ന് അവിടെ പള്ളിയിലെ ശുശ്രൂഷക്കാരനാണ്. അവൻ പള്ളിയിലെ ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിക്കും, അടുത്ത വീടുകളിലെ കുരുമുളകും കാപ്പിയും എല്ലാം മോഷ്ടിക്കും. അങ്ങനെയെല്ലാം മദ്യപിക്കാൻ പണം കണ്ട് നടത്തിയ ചെറുപ്പക്കാരൻ മാനസാന്തരപ്പെട്ടു. അവൻ ആ കുടുംബത്തിന് ഏറ്റവും താങ്ങും തണലുമായ ഒരു ചെറുപ്പക്കാരനായി വളർന്നു വന്നു. ഇന്ന് വലിയൊരു ബിസിനസ്സുകാരനാണ്. അവന്റെ കല്യാണം ഞങ്ങൾ ആലോചിച്ചാണ് നടത്തി കൊടുത്തത്. ഭാര്യയും മക്കളുമായി ഇന്ന് സമാധാനത്തോടെ സ്വന്തമായി 3-4 ഷോപ്പുകളുണ്ട്. ഏറ്റവും നല്ല നിലവാരത്തിൽ അവൻ ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നു. ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ഒരു കാര്യവും ദൈവത്താൽ അസാധ്യമല്ല. ഒരു കാര്യവും ദൈവത്താൽ അസാധ്യമല്ല. എന്താണ് അവളുടെ യോഗ്യത? അവളൊന്നും ചെയ്തില്ല. അവൾ കേട്ടതായ അരുളപ്പാടിന് മുമ്പിൽ, അവൾ കേട്ടതായ ആ ലോകത്തിന്റെ മുമ്പിൽ അവളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുത്തു. നല്ല അനുഭവത്തോട് പറയാൻ കഴിയും. ഈ 8 നോമ്പുപെരുന്നാളിൽ നന്നായിരിക്കുന്ന ഈ ദിനങ്ങളിൽ എന്തെല്ലാം പോരായ്മകളുള്ള ജീവിതമാണെങ്കിലും, എന്തെല്ലാം കുറ്റങ്ങളും കുറവുള്ളതായ ജീവിതമാണെങ്കിലും ഏറ്റെടുക്കാൻ കഴിയാവുന്ന ഒരു ദൈവമുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുകയില്ല എങ്കിലും, മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിലും, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ചെയ്തു തരുന്ന ദൈവമുണ്ട്. അവന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മറിയ കേട്ടതായ സന്ദേശമാണ്. അവൾ അങ്ങേ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തെ വ്യവസ്ഥ കൂടാതെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ചെയ്തു തരാൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. നമ്മുടെ ദൈവം ശക്തിയുള്ളവനാണ്. അവൻ ഒരു കാര്യവും
അസാധ്യമല്ലല്ലോ. അവൾ കേട്ടതായ സ്വർഗീയ അരുളപ്പാടിന് മുമ്പിൽ അവളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിച്ചു കൊള്ളാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. കാനാവിലെ കല്യാണ വീട്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ ആ വീട്ടിൽ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അവിടെ വീഞ്ഞ് പോരാതെ വരികയായി. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാനതിൻ്റെ വിവരണത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഒരു കല്യാണ വീട്, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ അടുപ്പമുള്ളതാണ് ഇല്ലേ? അന്നൊക്കെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബന്ധുക്കളെല്ലാം വരും. കല്യാണത്തിന് വേണ്ട വിഭവങ്ങളെല്ലാം ഇല്ലേ, ഓരോന്ന് പലഹാരം ഉണ്ടാക്കാനൊരു ദിവസം, മീൻ പറ്റിക്കാനൊരു ദിവസം, അങ്ങനെ ഓരോ ദിവസമായി എല്ലാം ഓരോന്നൊക്കെ ചെയ്ത് അപ്പോൾ വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു. യേശുവിനെയും ശിഷ്യന്മാരെയുമായി കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശുവും ശിഷ്യന്മാരും എല്ലാം ആ കല്യാണത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു പോരായ്മ വന്നു, ഒരാവശ്യം വന്നു, ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം വന്നു. ഒരു വലിയൊരു പ്രോബ്ലം ആ വീട്ടിൽ വന്നു. ഈ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്തു. അവൾ ഒരു പ്രോബ്ലം സോൾവറായി നിന്നു. ആ പ്രശ്നം പരിഹരിക്കുന്നവളായി നിന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ വേണമെങ്കിൽ ആ പ്രശ്നം അല്പം വലുതാക്കാം, ഇല്ലേ? വേണമെങ്കിൽ പറയാം, ഇല്ല? സാധാരണയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ഇല്ല, എല്ലാവരും കൂടി ഒരു ബന്ധുക്കളും എല്ലാവരും കൂടി വരുമ്പോൾ പല അഭിപ്രായം പറയും, ഇല്ലേ? ഇപ്പോൾ ഉപ്പിടുമ്പോൾ ഒരാൾ പറയും ഇച്ചിരൂടെ ഇടണം, അല്ല അത്രയും വേണ്ട, അല്ല ഓരോന്നുണ്ടാക്കുമ്പോൾ അത്രയും പോരല്ല, കുറച്ചുകൂടെ വേണം, അല്ല അത്രയും വേണ്ട, അത്രയും വേണമെങ്കിൽ പറയാം. ഞാനന്ന് പറഞ്ഞതല്ലേ ഇത് കുറച്ചുകൂടെ ഉണ്ടാക്കണമെന്ന്, ഇത് തികയില്ല, കുറച്ചുകൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടല്ലേ വഴക്കുണ്ടാക്കാം. പക്ഷേ അതൊക്കെ ഞാൻ എൻ്റെ ഭാവനയിൽ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതായ കാര്യങ്ങളാണ്, ബൈബിളുള്ളതായ കാര്യങ്ങളല്ല. ഞാൻ നമ്മുടെ ജീവിതത്തോടൊന്ന് ബന്ധപ്പെടുത്തിയെന്ന് മാത്രം. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണമെങ്കിൽ ഓരോ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യുന്നവരായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ അത് വലുതാക്കി മാറ്റുന്നവരായിട്ട് നിൽക്കാം. ഞങ്ങൾ സുവിശേഷ വേലയോടുള്ളതായ ബന്ധത്തിൽ അനേകം ഭവനങ്ങളിൽ ഞങ്ങൾ കടന്നു ചെന്നിട്ടുണ്ട്. അനേകം വ്യക്തികളുടെ അനേകം പ്രശ്നങ്ങളുമായി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. കേരളത്തിന് പുറത്തുമുള്ളതായ ധാരാളം പള്ളികളിൽ പോയി ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ അനേക കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഭവങ്ങൾ എന്ന് പറയാനുണ്ട്. ചെറിയൊരു കാര്യം, ഒരു വാക്കുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് തീർന്നു പോകാവുന്നതാണ്. പക്ഷേ അതെല്ലാം വളർത്തിക്കൊണ്ടുവരുന്നു, വലുതാക്കുന്നു, പ്രശ്നം വഷളാക്കുന്നതായ സ്വഭാവങ്ങൾ. നാം ഓരോരുത്തരും ഈ ദൈവമാതാവിന്റെ ഗുണം നമുക്കുണ്ടാകണം. പ്രശ്നം പരിഹരിക്കുന്നവരായി നാം മാറണം. എങ്ങനെയാണ് ഇവിടെ മാതാവ് പ്രശ്നം പരിഹരിച്ചത്? യേശുവിന് പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും യേശുവിനോട് പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ട്. നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ കർത്താവ് പറയുന്ന പോലെ ജീവിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അവൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവളായി മാറി. ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്, വളരെ ലളിതമായ കാര്യങ്ങൾ. വളരെ ആഴമായ ഒരു വിഷയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിലേക്കോ ഒന്നും കടന്നില്ലല്ലോ. ഇന്ന് ഈ സന്ധിയിൽ നാം ആയിരിക്കുമ്പോൾ, നാളെ സെപ്റ്റംബർ 8-ാം തീയതി
നാം ഈ ദൈവാലയത്തിൽ കടന്നു വരും. നാം പെരുന്നാൾ നാം ആഘോഷത്തോടെ നാം പങ്കെടുക്കും. ഇന്ന് ഈ 8 നോമ്പെന്ന് പറയുന്നത് സഭയിൽ വലിയ പ്രാധാന്യത്തോടെ, കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞു, കാനോനികമായി ഉള്ള നോമ്പിൽപ്പെട്ടതല്ലെങ്കിലും ഇന്ന് സഭയിൽ വളരെ പ്രാധാന്യത്തോടെ നല്ലതാണ്. കാരണം ഞാൻ 8 നോമ്പിലെല്ലാം ധാരാളം പള്ളികളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ദൈവാലയങ്ങളിലും വചനം കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. 8 നോമ്പ് ധ്യാനം എന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷയാണ്. വിശ്വാസികളെല്ലാം ദൈവവചന പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതാണ് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒന്ന് ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടുപോകാൻ, ഒന്ന് ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവരായിട്ടൊന്നുമില്ല. അപ്പോസ്തലൻ പറയാനേ ഉള്ളൂ, ഞാനാകുന്നത് ദൈവകൃപയാൽ. ഈ കൃപ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൊടുത്തു വാങ്ങുന്നതല്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് സൗജന്യമായി ദൈവം തരുന്നതാണ് എന്ത്? കൃപ എന്ന് പറയുന്നത്. ഇബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തലസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ ചെല്ലുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമ്മളോട് മനസ്സ് ചെയ്യുന്നൊരു ദൈവമുള്ളതുകൊണ്ട് നാം എപ്പോ കടന്നു ചെന്നാലും ഏത് കാര്യത്തിലും അതിനെ തരണം ചെയ്യാനുള്ള കൃപ തരുന്ന ഒരു ദൈവമുണ്ട്. നാം വിശ്വസിക്കുക. ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചുകൊണ്ട് ഒരു ജീവൻ നയിക്കാനായി നമ്മെ തന്നെ സമർപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, നാം ഏത് രംഗത്ത് നിന്നാലും പ്രശ്നക്കാരായി നിൽക്കാനല്ല, പ്രശ്നം പരിഹരിക്കുന്നവരായി നിൽക്കുക. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ തലകളെ വണക്കി ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. വലിയ ഗഹനമായ വിഷയങ്ങളോ പഠനപരമായ കാര്യങ്ങളോ ഒന്നുമല്ല നാം ചിന്തിച്ചത്. ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമുള്ളതായ ബന്ധത്തിൽ 3 കാര്യങ്ങൾ. കർത്താവെ, അന്ന് അവിടുത്തെ കൃപ പകർന്നതുപോലെ കർത്താവെ, ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാം, അവൾക്ക് കൃപ ലഭിച്ചു. കർത്താവെ, അവിടുന്ന് അവളുടെ ഉള്ളിൽ മനുഷ്യനായി ജനനം കൊണ്ടു. എന്നാൽ ഇന്ന് സാറായ ഞങ്ങൾ ഭാഗ്യവതിയായി അവിടുത്തെ മാതാവിന്റെ ഓർമ്മയെ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ നിസ്സാരരായ ഞങ്ങളിതാ അവിടുത്തെ അടുക്കിലേക്ക് വരുന്നു. യേശുവെ, ഞങ്ങൾക്കും നിന്റെ കൃപ ആവശ്യമുണ്ട്. ഞങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങൾക്കും അവിടുത്തെ കൃപ തന്ന് ഞങ്ങൾ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പിൽ കർത്താവെ, ഞങ്ങൾക്ക് എങ്ങനെ നിൽക്കുമെന്നോ ഒന്നും അറിയാൻ പാടില്ലെങ്കിലും അവിടുത്തെ തിരുവചനത്തിന് മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ തിരുവിഷ്ടത്തിന്റെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഇഷ്ടത്തിന്റെ മുമ്പിൽ ഞങ്ങൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവരാണ്. നിന്നാൽ സകലവും സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യുവാനും കർത്താവെ പരിഹരിപ്പാനുമുള്ള അവിടുത്തെ ബലം ഒന്ന് ഞങ്ങൾ നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനപുത്രനായി, ഒരു സമാധാനപുത്രിയായി ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ ഇടവകയിൽ, സമൂഹത്തിൽ ഞങ്ങളായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിനയത്തോടെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഈ ആണ്ടിലെ 8 നോമ്പ് ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമായി തീരുമാനം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുഖത്തോടും എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.
ദൈവാതിരുനാമം മുഹൂർത്തപ്പെടട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കണം. കർത്താവിൻ്റെ ലീലാസം പറഞ്ഞതുപോലെ ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ 2ാം ഞായറാഴ്ചയും നാളെ ഉണ്ട്. എല്ലാ 2ാം ഞായറാഴ്ചയും സന്ധ്യയ്ക്ക് 6 മുതൽ 8 വരെ ഒരു ചെറിയ പ്രാർത്ഥന യോഗമായി നിങ്ങളെല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നാളെ ഉണ്ട്, നിങ്ങൾ വരണം. നിങ്ങൾക്ക് സന്തോഷമാണ്. വളരെ ചെറിയ രീതിയിൽ മാത്രമല്ല, ഞാൻ നാട്ടിലേക്ക് ചില പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പ് യൂട്യൂബിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ലൈവ് പ്രോഗ്രാം ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ആളുകൾ ലൈവായിട്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാത്തിനും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ പരിചിതമായ സുവിശേഷ ഭാഗത്തിൽ നിന്ന് നമ്മുടെ ചിന്തയിലേക്ക് കൂടുതലായിട്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്ഥാനവും ദൈവമാതാവിന് ലഭിച്ച കൃപയും ആ കൃപയുടെ തണലിൽ എങ്ങനെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നതിനെ കുറിച്ചൊക്കെയും പ്രിയപ്പെട്ട എൽദോ നമ്മോട് പങ്കുവച്ചു. ദൈവകൃപ അതെങ്ങനെയാണ് ലഭിക്കുക? പരിശുദ്ധ അമ്മയ്ക്ക് ആ കൃപ ലഭിച്ചു. അതിലൂടെ അവൾ ഏറ്റവും ഉന്നതിയായി ലോകമുള്ള കാലത്തോളം പരിശുദ്ധ അമ്മയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കൃപ ലഭിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദ ഗ്രേസ് ഓഫ് ഗാഡ് ഈസ് എവരിവെയർ ആൻഡ് എനിവൺ ക്യാൻ റിസീവ് ഇറ്റ്. ദൈവത്തിന്റെ കൃപ അനിശ്യൂതം ഈ ലോകത്തിൽ പ്രചരിക്കുന്നു. അതെല്ലാവർക്കും ലഭ്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പലപ്പോഴും കൃപ ലഭിക്കാത്തവരായി ഗ്രേസിന് പകരം ഡിസ്ഗ്രേസ് ആയിട്ട് മാറുക? നമ്മൾക്ക് വളരെ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഡാം ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും വളരെയധികം ഉത്കണ്ഠയോടുകൂടി we have so much anxiety because so many of our loved ones back home. ഞാൻ പറഞ്ഞു വരുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല. പക്ഷെ ഈ ഡാം എന്ന് പറയുമ്പോൾ ഈ വെള്ളത്തെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അത് നാച്ചുറലായിട്ട് ഒഴുകി പോകേണ്ട ഡാമിനെ ആ വെള്ളത്തെ ഡാം കൊണ്ട് കെട്ടി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്ന് പറയുന്നത് പോലെ ദൈവകൃപയിൽ അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ലഭിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഡാമുകൾ കെട്ടി നിർത്തിയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് ആ ദൈവകൃപ നമ്മളിലേക്ക്, അത് ഫ്രീ ആണ്, സൗജന്യമാണ്. പക്ഷെ നമുക്ക് ലഭിക്കാത്തത് നമ്മൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. വചനത്തിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനെന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനം കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ദൈവഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ആ കൃപ ലഭിക്കുക. കർത്താവായ യേശുവിന്റെ അടുക്കൽ നിന്റെ സഹോദരനും നിന്റെ മാതാവും നിന്റെ സഹോദരന്മാരും നിന്നെ അന്വേഷിക്കുന്നു, നിന്നെ കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവായ യേശു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തില്, അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് ഒക്കെ പറയുന്നത് എന്താണ്? ആരാണ് കർത്താവിന്റെ സഹോദരനും സഹോദരിയും? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ. അപ്പൊ ആ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ യൗസേപ്പിന്റെ പിതാവിന്റെ ആ കുടുംബത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തെ, the will of God, follow the will of God in heaven, ആ ദൈവകൃപയെ ലഭിക്കണമെങ്കിൽ പിതാവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബ്ലം പിടികിട്ടി. നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ കൃപ നമ്മിലേക്ക് വരുന്നില്ല? പ്രിയമുള്ളവരെ, എൽദോ സംസാരിച്ചതിനോട് ചേർത്ത് പറയുകയാണ്,
ഈ 8 നോമ്പ് നാം ആചരിക്കുമ്പോൾ ഒരിക്കൽ കൂടി അതിനുള്ളതായ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നാം വിനിയോഗിക്കേണ്ടുന്നവരാണ്. ഇന്ന് എത്രയോ ദിവസങ്ങളായിട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നു, എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു, മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ചും ദേവാലയത്തിൽ വെച്ച് നടത്തുന്നു എന്നെല്ലാം നമ്മൾ പല നാളുകളായിട്ട് ഫ്ലയേഴ്സിലൂടെയും അനൗൺസ്മെന്റിലൂടെയൊക്കെ അറിയിച്ചു. കടന്നു വന്ന എല്ലാവരോടും വളരെ സന്തോഷമുണ്ട്. ആ ദൈവകൃപ ലഭിക്കുക എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുന്നതിന്റെ കാരണക്കാരാരാണെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. അതിനവസരം ഉണ്ടായിട്ടും നമ്മൾ അത് ലഭിക്കുവാൻ വേണ്ടി നാം ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എങ്കിൽ, അത് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണെങ്കിൽ പോലും അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെ ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ കാതുകളിലൂടെ കേൾക്കുക മാത്രമല്ലാതെ ഹൃദയത്തിൽ സാംശീകരിച്ചുകൊണ്ട് നമ്മിലൊരു പരിവർത്തനം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ നാളെ നടക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ അതൊരു അനുഭവമായിട്ട്, അത് തുടർന്നുള്ള നാടുകളിലേക്കുള്ള ഒരു ഉത്തേജനമായിട്ട്, the empowerment for the rest of your life through the Holy Eucharist which we going to attend and receive tomorrow. അതങ്ങനെ ആയിത്തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം.